ഇന്നലെ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? നമ്മുടെ പതിവ് പോലെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുണ്ടറ മേഖലയിലായിരുന്നു ഇന്നലെ പ്രചരണം. അപ്പോൾ കുണ്ടറയിലൊരു മാർക്കറ്റ് ഏരിയ, എന്തൊരു ചന്ത എന്നാ പേര്. അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ ഞാൻ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയവും അവിടെ ഈ ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും അവിടെ നടന്നു. അപ്പോൾ അതിനെപ്പറ്റി നിശിതമായി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ഈ പോലീസിനകത്ത് കയറിക്കൂടി അവരാണിത് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ അവരുടെ ഓഫീസും മറ്റാൾക്കാരൊക്കെ അവിടെ എതിർഭാഗത്തുണ്ടായിരുന്നു, അവരുടെ പാർട്ടി ഓഫീസും ഇലക്ഷൻ ഓഫീസൊക്കെ. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വേദിയിലോട്ട് പോയി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ പോലെ തന്നെ കൂട്ടവും ക്രൗഡും ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും തിക്കും തിരക്കും ഒരിടത്തും ഉണ്ടായിട്ടില്ലായിരുന്നു. അവർ മാലയിടുന്നു, ഷോളിടുന്നു, നമ്മൾ പോകുന്നു. ഈ തിക്കും തിരക്കിനിടയിലാണ് ആരോ ഒരാൾ എന്തൊരു സാധനം കണ്ണിലോട്ട് കുത്തി. പക്ഷെ നമ്മളത് അറിയുന്നുമില്ല, പ്രതീക്ഷിക്കുന്നു. ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് കണ്ണിൽ കൊള്ളുമ്പോൾ നമ്മളെന്ത് കിട്ടുന്നു, കണ്ണടഞ്ഞു പോകും. അപ്പോൾ എല്ലാവരും ഓടി വന്നു. നമ്മൾ അടുത്ത് തന്നെ കൊണ്ട് ഒരു കടയിൽ കൊണ്ട് വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ചപ്പോൾ ഭയങ്കര നീറ്റലായിരുന്നു. വേദന സഹിക്കാനും വയ്യ. പിന്നെ എന്ത് സംഭവിച്ചെന്ന് എനിക്കും അറിയുന്നില്ല. ഇത് കഴിഞ്ഞ് പ്രചരണത്തിലോട്ട് തന്നെ വീണ്ടും പോകുമ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അവിടെ അടുത്തുള്ളൊരു ഐ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴാണ് ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുന്നു, ഇത് കോർണിയയിൽ ഒരു കട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറമെ ഹെമറേജ് ഉണ്ട്, കണ്ണിനകത്ത് ബ്ലഡ് ക്ലോട്ടും വന്നു. വീണ്ടും പ്രചരണം നടത്താതിരിക്കാനും പറ്റുന്ന വെച്ചാൽ എല്ലായിടത്തും ക്രൗഡ് കാത്തു നിൽക്കുകയാണ്. പർപ്പസ്ഫുള്ളി ആയിരുന്നോ ഇത് അറ്റാക്ക് എന്ന് തോന്നുന്നുണ്ടോ? ഇത് നമുക്ക് സംഭവിക്കുന്നത് വരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സംഭവിച്ച ആ സമയത്ത് ഇത് നമ്മുടെ മനസ്സിൽ കൂടി ഒരിക്കലും നമ്മളെ കരുതി കൂടി ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല. കാരണം നമുക്ക് ശത്രുക്കളില്ല. ഇലക്ഷൻ സമയത്ത് നമ്മൾ രാഷ്ട്രീയപരമായി സത്യങ്ങൾ വിളിച്ചു പറയും. ഇത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്, ഇത് ഇവിടുത്തെ പാർട്ടിക്കാരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്, എന്തെങ്കിലും ചെയ്താൽ കൂട്ടത്തിൽ നുഴഞ്ഞു കയറി പലതും ചെയ്യുന്നതായിട്ട്. ഇത് പരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദന ഒന്നും സഹിക്കാൻ വയ്യ. രണ്ട്, ഇതിന് റെസ്റ്റാണ് പറയുന്നത്. കാരണം കണ്ണടച്ചു വെച്ചേ പറ്റൂ. കാരണം ഈ കണ്ണ് തുറന്നാലും പ്രശ്നമാണ്. ഇവിടുത്തെ ഡോക്ടർ പറയുന്നത് വെളിച്ചം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളാണ്, കാരണം ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ്, വോട്ടുകളെ സ്വാധീനിക്കാനുള്ള സമയങ്ങളാണ്. സ്വാഭാവിക റിസ്റ്റിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടോ? അല്ല, അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സംശയിപ്പിച്ചതും. കാരണം ഇവിടെ ഒരു അത്യുഗ്രൻ ഒരു ക്യാമ്പയിൻ വന്നിരിക്കുകയാണ്. ഇത് പാർട്ടിക്കാരുടെ നിന്നും കൈവിട്ട് പോയിട്ടിപ്പോൾ ഇത് ജനങ്ങൾ ഏറ്റെടുത്ത വലിയൊരു അസാമാന്യമായ ഒരു പ്രചരണമായി മാറിയിരിക്കുന്നു. ഈ പരാജയഭീതിയിൽ പലരും പലതും ചെയ്യും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു പാർട്ടിക്കാരും ചെയ്യരുത്. ആർക്കും എതിരെ നമ്മൾ പോലും നമ്മുടെ ശത്രു എന്ന് കരുതുന്ന പാർട്ടിയുടെ ആൾക്കാരോടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ആണെങ്കിൽ. ഇപ്പോൾ എന്ത് മാനസികമായി കൂടി, കാരണം ഇത്രയും ദിവസം പ്രചരണത്തിലാണ്, അവസാന ദിവസങ്ങളിൽ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാവുക. ഇന്ന് വലിയ റോഡ് ഷോ അടക്കം ക്രമീകരിച്ചിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും വിഷമം. കാരണം വെച്ച് കഴിഞ്ഞാൽ ശ്രീ അണ്ണാമലൈ അദ്ദേഹമാണ് ഏറ്റവും തിരക്കുള്ളൊരു മനുഷ്യനാണ്. ഇന്ന് ഭാരതത്തിൽ PM-ഉം യോഗിജിയും മറ്റ് മന്ത്രികാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പയിനറാണ്, BJP സൂപ്പർ സ്റ്റാർ ക്യാമ്പയിനറാണ്. അപ്പോൾ അദ്ദേഹം വന്നിരിക്കുമ്പോൾ ആ പ്രചരണത്തിൻ്റെ ഒരു കൊഴുപ്പ് കൂടാൻ, അതുകൊണ്ട് അതും സംശയിക്കുന്നു. ഇന്നലെ ഈ സംഭവം നടക്കുമ്പോൾ ഇന്ന് ഇതൊക്കെ അവർ കാണുകയാണ്. അപ്പോൾ നമ്മളെ എവിടെയോ തടയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നാണ് എൻ്റെ മനസ്സിപ്പോൾ പറയുന്നത്. ഡോക്ടർമാരെന്താണ് ഇപ്പോൾ പറയുന്നത്? ഒന്നും ചെയ്യണ്ട, ഒരാഴ്ച റെസ്റ്റ് എടുക്കണം. അതിൽ തന്നെ അടുത്ത 3-4 ദിവസങ്ങൾ വെളിച്ചം കണ്ണിലടിക്കരുത്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കണ്ണിലടിക്കുമ്പോൾ ഈ കണ്ണ് അതുപോലെ വർക്ക് ചെയ്യുമല്ലോ, അതാണ് ഈ വേദനയുടെ കാരണം. എന്താണ് തീരുമാനം? എന്താണ് പാർട്ടി ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. പാർട്ടി പറയുന്നതും പാർട്ടി ഇന്നത്തെ അടുത്ത് പറഞ്ഞ് റെസ്റ്റ് എടുത്തുള്ളത് പാർട്ടി ഏറ്റെടുത്ത് ഈ പ്രചരണം നടത്തിക്കൊള്ളാമെന്നാണ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു മനസ്സ് വരുന്നത്, കാരണം അണ്ണാമലൈ പോലൊരു വ്യക്തി വരുമ്പോൾ എന്തായാലും അവിടെ വരെ പോകണം, അദ്ദേഹത്തെ ഒന്ന് കാണണം, കണ്ടിട്ട് റൂമിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്.